കോട്ടയം കുറിച്ചി ഇഗ്നാത്തിയോസ് ജ്ഞാനായ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം. ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റു. പാത്രിയാർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്ത മെത്രാപ്പോലിത്ത കുർബാന ചൊല്ലി എന്നാരോപിച്ചായിരുന്നു തർക്കം. വിവരങ്ങളുമായി ബിദിൻ എം ദാസ് ചേരുകയാണ് കോട്ടയത്ത് നിന്നും. ബിദിൻ, അനുബിന്ദ് രാവിലെ 8:30 ഇത്തരത്തിലൊരു നാടകീയമായ സംഭവങ്ങൾ കോട്ടയം കുറിച്ചി ഇഗ്നാത്തിയോസ് ജ്ഞാനായ പള്ളിയിൽ ായിട്ടുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ സഭയിലെ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കം അതിരൂക്ഷമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇത് പൊട്ടിത്തെറിയിലേക്കടക്കം പോകുന്ന കാഴ്ചകൾ കണ്ടു. കഴിഞ്ഞ മാസമാണ് മെത്രാപ്പൊലീത്തയായ മാർ കുര്യാക്കോസ് സേവ്യറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാത്രിയാർക്കീസ് ബാവയുടെ നടപടിയടക്കം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പാത്രിയാർക്കീസിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള നീക്കം മെത്രാപ്പൊലീത്ത ഭാഗത്തു നിന്ന് നടന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. വൈദിക പദ്ധതികളിൽ അടക്കം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ കുറിച്ചി പള്ളിയിലേക്ക് മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവ്യറോസ് കുർബാന ചൊല്ലുന്നതിന് വേണ്ടി എത്തി. ഈ സമയത്താണ് മെത്രാപ്പൊലീത്തയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്ന വിഭാഗങ്ങളും തമ്മിൽ നേരിട്ട് സംഘർഷമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഈ സംഘർഷത്തിനിടെ മെത്രാപ്പൊലീത്തയെ എതിർക്കുന്ന വിഭാഗത്തിലുള്ള റിജു എന്നൊരാൾക്കാണ് തലയ്ക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തിയാണ് വിശ്വാസികളെ പിരിച്ചുവിടുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ പള്ളിയിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഏതായാലും ഈ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കം അതിരൂക്ഷമായ രീതിയിൽ തമ്മിൽ തല്ലുകയും സംഘർഷത്തിലേക്കും പരിക്കേൽക്കുന്ന ഘട്ടത്തിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്.